ഞാൻ 1986 മറഡോണയുടെ കളി കണ്ട് തുടങ്ങി അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറിയൊരു സംഭവമാണ് ഫുട്ബോൾ. വണ്ടിക്കൊക്കെ പേരിടുക, അങ്ങനെ ഹൗസ് ഓഫ് ബ്രസീൽ എന്ന് പേരിട്ടു. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത് തന്നെ ഹൗസ് ഓഫ് ബ്രസീൽ എന്നാണ് എൻ്റെ വീട്ടുപേര് അറിയപ്പെടുന്നത്. ഫുട്ബോള് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വികാരമാണ്. ഞാൻ 1986 മറഡോണയുടെ കളി കണ്ട് തുടങ്ങി അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറിയൊരു സംഭവമാണ് ഫുട്ബോൾ. 45 വർഷം കടന്നു പോയിട്ടും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഫുട്ബോൾ മാത്രമാണ്. പിന്നെ മറ്റുള്ള ലഹരികളിൽ നിന്നും അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനും വൈകുന്നേരങ്ങളിൽ സൗഹൃദം പങ്കുവച്ച് ഫുട്ബോൾ കോർട്ടുകളിലായിരിക്കുവാനും എനിക്ക് ഇടവന്നതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റി. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ തവണ വേൾഡ് കപ്പ് ഫുട്ബോൾ കാണാൻ പോകണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ നടന്നില്ല. അപ്പോൾ വേറെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയൊരു ഐഡിയ, എൻ്റെ വീടിന് പെയിൻ്റ് അടിക്കുക, അതുവഴി നമ്മൾ ലോകത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതൊക്കെ. തൊട്ട് നമ്മളിങ്ങനെ ബ്രസീലിൻ്റെ ആരാധകനായതാണ്. ബ്രസീൽ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അങ്ങനെ ഫുട്ബോൾ കളി ഇഷ്ടം കൊണ്ടുവന്നാണ് അങ്ങനെ ഒരു ആരാധന വന്നത്. അന്ന് കളിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അന്ന് സോക്രട്ടീസ്, സീക്കോക്കുള്ള സമയത്താണ് നമ്മൾ കളി കൊണ്ട് തുടങ്ങിയത്. അതുകൊണ്ടുള്ള ആരാധനയാണ് നമുക്കിങ്ങനെ ഒരു ബ്രസീലിനോട്, ലാറ്റിൻ അമേരിക്കൻ ശൈലിയോടുള്ള ഒരു ആരാധന വരാനുള്ള കാരണം. പിന്നെ എനിക്കെൻ്റെ ആരാധന ഒന്ന് പ്രകടമാക്കാനുള്ളൊരു ഒരു കാരണം എനിക്ക് തോന്നി അവരുടെ ഫ്ലാഗിൻ്റെ കളറ് നമ്മുടെ വീടിനും മതിലിനൊക്കെ അടിക്കുക, വണ്ടിക്കൊക്കെ പേരിടുക, അങ്ങനെ ഹൗസ് ഓഫ് ബ്രസീൽ എന്ന് പേരിട്ടു. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത് തന്നെ ഹൗസ് ഓഫ് ബ്രസീൽ എന്നാണ് എൻ്റെ വീട്ടുപേര് അറിയപ്പെടുന്നത്. ഖത്തർ വേൾഡ് കപ്പ് നമുക്ക് കാണാൻ പോകാൻ പറ്റി. അത് വലിയൊരു സന്തോഷമുള്ള കാര്യം. 6 കളികൾ ഞാൻ കണ്ടിരുന്നു. മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിൻ്റെയൊക്കെ കളികൾ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലെ ജനതകളുടെ ഉള്ളിലിരുന്ന് കളി ആസ്വദിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, അത് നമ്മൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമാണ്. കാരണം അത് നമുക്ക് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ആ സ്പിരിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഫുട്ബോൾ എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എല്ലാം നേടിത്തന്നു എന്ന് എനിക്ക് പറയാം. ഒരു പരിധി വരെ അതിനത്രയധികം സ്നേഹിച്ചതുകൊണ്ട് അതിലൂടെ നമുക്ക് വളരാനും പറ്റി. ഒത്തിരി പേര് ഇവിടെ വന്ന് രാത്രി ഈ സ്ക്രീനിങ് വെച്ചുകൊണ്ട് എല്ലാ വർഷവും തന്നെ കാണാറുണ്ട്. എല്ലാ ആരാധകരും വരും. അത് വലിയ സന്തോഷമാണ് നമുക്ക്.